ആമിന ബീവി നരകത്തിലാന്ന് പറയാം പറഞ്ഞ എന്തിനാണ് ചെങ്ങായി പാറ്റ കാഫർ നിസ്കരിക്കും ജി കാഫറല്ലേ ഉള്ളിൽ ജി കാഫറല്ല. എടാ ലോക പണ്ഡിതന്മാർ ഒത്തു സമ്മതിച്ചിട്ടാണ് ഏത് ആ മണ്ണ് എങ്കിൽ മണ്ണ് കൊണ്ട് ഒരു ജസദിനെ ഉണ്ടാക്കി ആ ജസദിനെ 9 മാസം ഒട്ടിയിട്ട് നടന്നു ആ മണ്ണു എത്ര സത്യമാണില്ലേ? ഇതാണ് മതയുക്തിവാദികളായ മുജാഹിദ് വഹാബികളുടെ വിശ്വാസം. എന്തൊരു വൈകാരികത, എന്താ അഭിനയം കണ്ടില്ലേ? സെൽഫികളെ പ്രവാചക വിരോധികളാക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ ഒന്നിച്ച് കളിക്കുന്ന നാടകം കളി, ഉഡായിപ്പ്. മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ ആ ഉഡായിപ്പും നാടകം കളിയൊക്കെ നിങ്ങളുടെ ആപ്പീസിൽ വെച്ചാൽ മതി. അതൊന്നും സെലഫികളുടെ മുമ്പിൽ വില പോകില്ല എന്നാണ് നിങ്ങളോട് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരൊന്ന് തീരുമാനിക്കുക, ആരൊക്കെ കാഫിറാവും? ആരൊക്കെ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളുടെ കിതാബുകളിൽ എന്താ എഴുതി വച്ചിട്ടുള്ളത്? അതൊന്ന് നിങ്ങൾ പറയുമോ ജനങ്ങളോട്? മുസ്ലിയാക്കന്മാരെ, ഇന്ന് നമുക്കതൊന്ന് തീരുമാനിക്കാം. ഈ കാണുന്നത് എന്താണ്? ഷറഹ് മുസ്ലിമാണ്. ആരുടെ കിതാബാണ്? നിങ്ങളുടെ ഇമാമിങ്ങളുടെ കിതാബാണ്. നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങളുടെ കിതാബ് ഇമാം നവവി. നിങ്ങൾക്ക് പരിചയമുണ്ടോ? രണ്ട് മുസ്ലിയാരും പറയും, നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇമാം നവവിയെ? ആ ഗ്രന്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നൽകിയിട്ട് അതിന് അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട്. എന്താണ് ഹദീസ് എന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ റബ്ബിനോട് ഞാൻ അനുവാദം ചോദിച്ചു എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ. അപ്പോൾ എനിക്ക് അനുവാദം തന്നില്ല. എൻ്റെ റബ്ബിനോട് ഞാൻ അനുവാദം ചോദിച്ചു എൻ്റെ ഉമ്മയുടെ ഖബറൊന്ന് സന്ദർശിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അനുവാദം തന്നു എന്ന സനദുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി അതിന് നൽകിയ വിശദീകരണം എന്താണെന്ന് അറിയുമോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഫീഹി, ഈ ഹദീസിലുണ്ട്, ജവാസു സിയാറത്തിൽ മുശ്രിക്കീന ഫിൽ ഹയാത്തി, ബഹുദൈവ വിശ്വാസികൾ, അവിശ്വാസികൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരെ പോയി സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും. വ ഖുബൂരിഹിം ബഅദൽ വഫാത്ത്, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബർ സന്ദർശിക്കാമെന്നും ഈ ഹദീസിൽ നിന്ന് കിട്ടും. മാത്രമല്ല ഇമാം നവവി പറയാണ്, വഫീഹി, ഈ ഹദീസിലുണ്ട് അന്നഹ്യു അനിൽ ഇസ്തിഗ്ഫാരിൽ കുഫാർ, കുഫാറുകൾക്ക് അവിശ്വാസികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്നും പ്രവാചകന്റെ ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്ന് ഇമാം നവവിയ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ രണ്ടുപേരും പറയണം, ഇമാം നവവി ഏത് തരത്തിൽപ്പെട്ട കാഫിറാണ്? ഉള്ളിലെ കാഫിറാണോ പുറത്തെ കാഫിറാണോ? അതല്ല ഇമാം നവവി നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇജെന്തിനാടാ നിസ്കരിക്കുന്നത് എന്നല്ലേ ചോദിച്ചത് റഹ്മത്തുള്ള. പറയ് ഇമാം നവവി ഏത് ഗണത്തിലാണ് വിടുക? അതുകൊണ്ട് ഈ നിലക്കുള്ള ഉഡായിപ്പൊന്നും കളിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സെലഫികളായ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വളരെ ചുരുക്കത്തിൽ നിങ്ങളോട് പറയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇനി നമുക്കും ഈ വിഷയം വീണ്ടും സംസാരിക്കാം കേട്ടോ. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.